നമസ്കാരം പ്രിയപ്പെട്ട സ്കൂൾ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് വൈദ്യദർശനം കുടുംബാംഗങ്ങളെ. കുറച്ച് വർഷം മുമ്പ് നമ്മൾ കസ്തൂരി മഞ്ഞൾ ധാരാളം പേർക്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ആ സമയത്ത് വൻ കൃഷിയൊക്കെ ചെയ്യുകയും ഇത് വിപണനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ കൃഷിയൊക്കെ നിർത്തിയിരുന്നു. നമ്മുടെ ഒരു സുഹൃത്തിന് നമ്മൾ കുറച്ച് കസ്തൂരി മഞ്ഞൾ അന്ന് കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലിപ്പോൾ പോയപ്പോൾ അവരത് പറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ വരുമ്പോൾ ചോദിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 2-3 കിലോ കസ്തൂരി മഞ്ഞളുണ്ട്. ആർക്കെങ്കിലും കസ്തൂരി മഞ്ഞൾ വേണമെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞിട്ട് അയച്ചു തരാം. എന്താണെങ്കിലും ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഉള്ളിലെ ഐവറി കളറും ഒക്കെ നല്ല ഇതായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 2 കിലോ ഇവിടെ പറിച്ചതുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു 5 കിലോൻ്റെ അടുത്ത് പറിക്കാനുമുണ്ട്. കുർക്കുമ ആരോമാറ്റിക്കായി എന്ന് പറയുന്ന യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ ഇതാണ്. പക്ഷേ ഇപ്പം മഞ്ഞക്കൂവയൊക്കെയാണ് എല്ലാവരും കസ്തൂരി മഞ്ഞളായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഔഷധക്കടകളിൽ ചെന്നാലും അതുപോലെ ആയുർവേദ ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ തന്നെ ആ മഞ്ഞ കളറുള്ളതാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ശരിക്ക് നമ്മളുടെ സയൻറ്റിസ്റ്റുകളൊക്കെ ഏതാണ് യഥാർത്ഥ കസ്തൂരി മഞ്ഞളെന്ന് കണ്ടുപിടിച്ച് അവരത് സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ച സാധനം കൂടിയാണ്. ഇതിന് കർപ്പൂരത്തിൻ്റെ മണവും അതേപോലെ നമ്മുടെ മുഖത്തൊക്കെ ഇട്ടാൽ നല്ല ശീതളിമയും ഒരിക്കലും മുഖമൊന്നും പുകയുകയില്ല. മഞ്ഞക്കൂവയൊക്കെ മുഖത്തിട്ടിട്ടുണ്ടെങ്കിൽ മുഖം പുകയും. ഇത് മുഖത്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു തണുപ്പാണ്. ചെറിയ കലകളൊക്കെ പെട്ടെന്ന് മാറും. അതേപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ ഇരുണ്ട കളറുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ പാലിൽ ഇത് അരച്ചൊക്കെ പുരട്ടിയിട്ടുണ്ടല്ലോ അവരുടെ കളറൊക്കെ നല്ല ചേഞ്ചായിട്ട് വരുന്ന കാണാം. കുഞ്ഞുങ്ങളുടെ മാത്രമല്ല മുതിർന്നവരുടെയും കളറൊക്കെ ചേഞ്ച് ആവും. എന്താണെങ്കിലും വളരെ സന്തോഷത്തോടെ കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങളുടെ ശ്രീനിവാസ് വൈദ്യർ, വയനാട്.